നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വയറിന് ചുറ്റും അമിതമായിട്ട് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് ജിമ്മിനും അല്ലെങ്കിൽ വർക്കൗട്ട്സിന് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഡയറ്റ്സുകൾ ഒരുപാട് ഫോളോ ചെയ്തിട്ട് പോലും നമുക്ക് വയറിലെ കൊഴുപ്പ് കളയാൻ സാധിക്കാതെ വരിക, അതുപോലെ വയറ് പുറത്തേക്ക് വീണ്ടും തള്ളി വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫാസ്റ്റ് കട്ടറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെല്ലി ഫാറ്റിനെ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതും, ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ സമയത്ത് കഴിക്കുന്നതിലൂടെ വയറിന് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്ക് അതിനൊപ്പം തന്നെ ഡയബറ്റിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണ്, അല്ലെന്നുണ്ടെങ്കിൽ ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ഗ്യാസ്, അസിഡിറ്റി എല്ലാം മുതലായിട്ടുള്ള ഈ ഒരു ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസുകൾ കുറയ്ക്കാൻ സഹായകരമാകുന്ന ഒരു ഡ്രിങ്ക് കൂടിയിട്ടാണിത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുന്നത് ഫുഡ് ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് വയറിന് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത് മറ്റു പല രോഗങ്ങളുടെയും ആദ്യത്തെ ഒരു സൈലന്റ് ആയിട്ടുള്ള സിംറ്റം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഡയബറ്റിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഫാറ്റി ലിവർ കണ്ടീഷൻസുകളിൽ, കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് അമിതമായിട്ട് കാണപ്പെടാറുണ്ട്. ഇതിനൊരു പ്രധാന റീസൺ ആയിട്ട് വരുന്ന 3 കാരണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കണ്ടീഷൻസ് അത് കുറഞ്ഞു വരിക എന്നുള്ളൊരു ഇഷ്യൂസുകൾ വരാം. രണ്ടാമത്തെന്ന് പറയുന്നത് ഹൈ കോർട്ടിസോൾ ലെവലിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ലെവലിൻ്റെ അല്ലെങ്കിൽ കോർട്ടിസോൾ ഹോർമോണിൻ്റെ ഉയർച്ച കൊണ്ടും ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തത് സ്ലോ ഡൈജഷൻ വരാറ്, അല്ലെങ്കിൽ നമുക്ക് ദഹനം ശരിയായ രീതിയിൽ നടക്കാത്തത് മൂലവും ഒക്കെ തന്നെ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ് ഇവ ഓരോന്നും. ഇതിൽ ഏറ്റവും ആദ്യം വരുന്ന ചേരുവ എന്ന് പറയുന്നത് ജീരകമാണ്. ഇതിൽ തൈമോക്യൂനോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ഇൻസുലിൻ സെൻസിറ്റീവ് കണ്ടീഷൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൂടെ തന്നെ നമ്മുടെ ദഹനത്തിനെ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ ഗട്ട് ലൈനിൻ്റെ ഹീലിങ്ങിന് വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് ജീരകം എന്നുള്ളത്. അപ്പോൾ ജീരകം നമ്മൾ ഈ ഒരു കൂട്ടിനകത്തേക്ക് എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 1 ടീസ്പൂൺ അളവായിട്ടുള്ള ജീരകമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് പെരിഞ്ജീരകമാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഡയൂറിറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള ജലാംശത്തിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും കുടലിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണകരമാകുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് 40 വയസ്സിന് ശേഷമൊക്കെ തന്നെ പലതരത്തിലുള്ള ഹോർമോണൽ ഇഷ്യൂസുകൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഈസ്ട്രോജൻ ഹോർമോണിന്റെ കുറവുകൾ വരാറുണ്ട്. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പാനീയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേരുവയാണ് കറുവപ്പട്ട എന്ന് പറയുന്നത്. ഇത് നാച്ചുറലായിട്ട് തന്നെ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. കറുവപ്പട്ട എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം മാത്രമാണ് കറുവപ്പട്ട നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇഞ്ചിയാണ്. ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു തെർമോജനിക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഉള്ളിൽ നമുക്ക് ചൂട് കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു കൊഴുപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഒപ്പം ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇറങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവ അകറ്റാൻ ഗുണകരമാണ്. അടുത്ത ചേരുവ എന്ന് പറയുന്നത് അയമോദകമാണ് വരുന്നത്. അയമോദകത്തിൽ തൈമോൾ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൈജഷനെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് 1 ടീസ്പൂൺ അളവായിട്ടുള്ള ജീരകം എടുക്കാം, 1/2 ടീസ്പൂൺ അളവായിട്ടുള്ള പെരിഞ്ജീരകം എടുക്കുക, 1/2 ടീസ്പൂൺ അളവായിട്ടുള്ള അയമോദകം എടുക്കുക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട എടുക്കുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ ഈ ചേരുവകളൊക്കെ ചേർത്തിട്ട് ഏകദേശം 5 തൊട്ട് 7 മിനിറ്റ് വരെയെങ്കിലും നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ, ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് അരിച്ചെടുത്ത് കുടിക്കേണ്ടതാണ്. കുടിക്കേണ്ട ഒരു കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം വരെ നിങ്ങൾ കുടിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ 11 മണി സമയത്ത് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. രാവിലെ
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 11 മണി സമയത്ത് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു 21 ദിവസം എന്ന് പറയുന്നത് ആ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ആ 21 ദിവസം തന്നെ കുടിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് ഗ്യാസ്, അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുക, വയർവീർപ്പ്, എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും വയർവീർപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ടും വീണ്ടും നമ്മൾ നെക്സ്റ്റ് വീക്ക് കഴിയുന്ന സമയത്തേക്ക് ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 ദിവസം ഗ്യാപ്പ് ഇടുക, 7 ദിവസം അത് കുടിക്കാതിരിക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്തിട്ട് 21 ദിവസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് വേറെ ഡയറ്റ്സോ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു 45 തൊട്ട് 50 കലോറി വരെ കുറഞ്ഞു കിട്ടുന്നതാണ്. വേറെ യാതൊരു വിധത്തിലുള്ള എക്സസൈസുകളോ അല്ലെങ്കിൽ ഡയറ്റ്സോ ഒന്നും ഫോളോ ചെയ്യാതെ വരെ. എന്നാൽ ഇതിനൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന 4 കാര്യങ്ങളുണ്ട്. ഇവയും കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡബിൾ എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഒരു ഏകദേശം ഒരു 7:30 മുന്നെങ്കിലും ഫുഡ് കഴിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. നേരം വൈകി ഭക്ഷണം കഴിക്കുന്നതിലൂടെ അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ, വയറിന് ചുറ്റുമുള്ള കൊഴുപ്പൊക്കെ കൂടാനായിട്ട് സാധ്യതകൾ ഏറെയാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. ഇത് നമ്മുടെ ഡയജഷനെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധയിൽ വെക്കുക. ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉയർന്ന അളവിലുള്ള കോർട്ടിസോളിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, പലതരത്തിലുള്ള ആരോഗ്യ ഇഷ്യൂസുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം ശരിയായ രീതിയിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസും കാര്യങ്ങളും ഒക്കെ തന്നെ കുറഞ്ഞു കിട്ടുന്നതാണ്. ഇനി അവസാനം എന്ന് പറയുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ ഐറ്റംസുകൾ, പ്രത്യേകിച്ച് ബേക്കറി ഐറ്റംസുകളും കാര്യങ്ങളും ഒരുപാട് എണ്ണയിൽ വറുത്ത് കോരിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ, ആ ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ രീതികളൊക്കെ തന്നെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ഓർക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഫോളോ ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസങ്ങൾ വരുന്നതാണ്. ജിമ്മിൽ പോയിട്ടും അതുപോലെ വർക്കൗട്ട്സ് ചെയ്തിട്ടും അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.